അങ്ങനെ ഒടുവിൽ തീരുമാനമായി. ഖമനേയി മാറുന്നു. അതോ മാറിയോ, ഫ്രീസറിലാണോ എന്ന് അറിയില്ല. മകൻ പുതിയ അയത്തുള്ള. അതെ, ഇത് നമ്മൾ ABC ഒരു മാസം മുമ്പേ നമ്മളിതിൻ്റെ സൂചനകൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ഇറാൻ ഇൻ്റർനാഷണൽ ആണ് ഇങ്ങനെ ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ടെലഗ്രാഫ് ലണ്ടനിലെ അവരും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ കോട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ ഇൻ്റർനാഷണലിൽ വന്നതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മകനാണ് മോജ്താബ ഖമനേയി. 55 വയസ്സുണ്ട്. അയാളാണ് അടുത്ത ഖമനേയി മറ്റേ ആയത്തുള്ള ആവുന്നത്. ഗുരുതരമായ രോഗം ബാധിച്ച് അവശ നിലയിലാണ് ഖമനേയി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതായത് ഒക്ടോബർ 26 ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് പെട്ടെന്ന് ഖമനയെക്കുറിച്ചുള്ള വാർത്തകൾ ഇല്ലാണ്ടായത്. അതെ, അദ്ദേഹം മാൻ ചെയ്തു പോയി. അതെ, വീഡിയോയിലും ഒന്നും വരുന്നില്ല. ഇടയ്ക്ക് പ്രസ്താവനകൾ വരുന്നുണ്ട്. അത് പക്ഷെ ഒരു തവണ മിസ്റ്റീരിയസ് ആയിരുന്നു. ഹീബ്രുവില് പ്രസ്താവന എക്സിൽ വരാം. അതെ, എന്റെ പൊന്നു തമ്പുരാനെ രക്ഷിക്കണേ എന്നുള്ള വിലാപ പ്രാർത്ഥന. അപ്പൊ അതിന്റെ ചോട്ടിലാണ് ഇസ്രയേൽ വന്നിട്ട് മരണപ്രാർത്ഥനയൊക്കെ നടത്തിയത്. അപ്പോൾ ഖമനേയ്ക്ക് മുമ്പ് തന്നെ ഭരണം ഈ മോത്താബ ഏറ്റെടുത്തതായിട്ടാണ് റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. ന്യൂയോർക്ക് ടൈംസ് അവിടെ ഈ അടുത്ത പിൻഗാമിക്ക് വേണ്ടി അവിടെ പോര് നടക്കുന്നതായിട്ട് കുറച്ച് കാലം മുമ്പ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് പൊതുവേദിയിൽ ഒക്ടോബർ 4-നാണ് ഏറ്റവും ഒടുവിൽ ഖമനേയി വന്നത്. അതാ ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ട ശേഷം ഒരു പ്രാർത്ഥനാ യോഗത്തിൽ കയ്യിൽ തോക്കൊക്കെ പിടിച്ചു. കയ്യിൽ തോക്കുണ്ടായിരുന്നു. അന്ന് വലിയ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല വയറ് പോലെ നടന്നത്. അത് ശരി, ആരോഗ്യത്തിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ തോക്ക് ഏത് കയ്യിലായിരുന്നു എന്ന് ഞാൻ നോക്കിയിരുന്നു പ്രത്യേകം. കാരണം മുമ്പൊരു ചാവേറാക്രമണം ഒരു കൈ തളർന്നു പോയിട്ടുണ്ട് അന്നത്തെ ആക്രമണത്തിൽ. കുറെ കാലം ആശുപത്രിയിൽ പോയി കിടന്നല്ലോ. 85 വയസ്സുണ്ട് ഖമനേയിക്ക്. അപ്പോൾ സെപ്റ്റംബർ 26-ന് ഇപ്പോൾ ഈ ഇറാൻ ഇൻ്റർനാഷണൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 26-ന് ഈ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തു മോജ്താബയെ എന്നാണ് പറയുന്നത്. പണ്ഡിത സഭയിലെ 60 പേര്. കറക്റ്റാണ് സാർ. സെപ്റ്റംബർ 26, ഒക്ടോബർ 26-നാണ് ഇറാനിൽ ആക്രമണം നടന്നത്. അതിന് മുമ്പേ ഇത് ചെയ്തിട്ടുണ്ട്. അത് ആ നസ്രള്ളയുടെയൊക്കെ ആ സമയത്ത് സെപ്റ്റംബർ 26 അങ്ങനെ പറയുന്നതല്ലേ. ഒക്ടോബർ 26-ന് ആള് ബോംബ് വീണ് ചിലപ്പം ഫ്യൂസായി പോയി കാണും. അതൊക്കെ ആയിട്ടുണ്ടാവാം. സെപ്റ്റംബർ 26-ന് പണ്ഡിത സഭയിലെ അതെന്താന്ന് വെച്ചാൽ ഖമനേയി പറഞ്ഞിട്ട് നിർദ്ദേശിച്ചിട്ടാണ് ഈ പണ്ഡിത സഭ ചേരുന്നത്. അതെ അതെ, പുള്ളിയാണ് പണ്ഡിത സഭ എന്ന് പറഞ്ഞാൽ ഇയാള് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്, പുള്ളിയുടെ ശിങ്കിടികളാണ്. കാരണം സമ്മതിച്ചില്ലെങ്കിൽ വെടിവെച്ചു. അതെ. അപ്പോൾ പണ്ഡിത സഭയിലെ 60 പേര് യോഗം ചേർന്നിട്ട് ഖമനേയി തന്നെയാണ് നിർദ്ദേശിച്ചത് രണ്ടാമത്തെ മകനെ ഇങ്ങനെ അടുത്ത ആയത്തുള്ളയായിട്ട്. അപ്പോൾ ആദ്യം വൈമനസ്യം കാണിച്ചു എന്ന് അതങ്ങനെയും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആദ്യം നീ ഒന്ന് അങ്ങനെയൊന്നും വേണ്ട, അങ്ങ് തന്നെ മതി, എന്ത് കുഴപ്പം. അതെ, പയറുപോലെ ഇരിക്കല്ലേ, ഞാൻ ഇതിനൊന്നും കഴിവുള്ള ആളാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിനയമൊക്കെ ഭാവിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആദ്യം വൈമനസ്യം പ്രകടിപ്പിച്ചു മോജ്താബ. അത് കഴിഞ്ഞിട്ട് പിന്നെ പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്ന് ഇവനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തുന്ന, അത് വൈനെറ്റ് ന്യൂസിലാണ് വന്നിരിക്കുന്നത്. മറ്റേ ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. ഭീഷണിപ്പെടുത്തിയിട്ടാണ് മോജ്താബയെ പണ്ഡിതന്മാരെ കൊണ്ട് എടുപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭീഷണി കാരണമാണ് അവരാരും പുറത്ത് പറയാതിരുന്നതും ചോർത്താതിരുന്നത് വാർത്ത. ഈ CPM-ലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. പക്ഷെ ചോർന്നല്ലോ, നമ്മൾ ABC പോലും ചെയ്തു ഒരു മാസം മുമ്പ് വരാൻ പോവാണെന്ന്. നമ്മളിത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ പലതും പറയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നതുകൊണ്ട്. 1989 മറ്റേ ഖൊമൈനി മരിച്ചുപോയി. ആയത്തുള്ള ഇതിന് മുമ്പത്തെ ഈ 79 വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന ആയത്തുള്ള ഖൊമൈനി മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഈ അക്ബർ ഹഷേമി റഫ്സഞ്ചാനിയുടെ കാലത്ത് മറ്റേ ഖൊമൈനിയും കുറച്ചു കാലം പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഈ ഖമനേയും പ്രസിഡൻ്റൊക്കെ ആയിരുന്നു.
അന്ന് റഫ്സൻജാനിയുടെ കാലത്താണ് ഖൊമൈനി ഇതിലൊക്കെ എത്തുന്നത്. അടുത്ത ആയത്തുള്ളതായിട്ട് ഈ ഇബ്രാഹിം റൈസി വരുന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയി. 2 സാധ്യതകളുണ്ട്. ഒന്ന് ഈ പുള്ളി തട്ടിയതാവാനും മതി, ഇസ്രായേലാകാനും മതി. മോജിത്താബയാകാനുള്ള സാധ്യത. അതെ, മോജിത്താബ കൊന്നാലും ഇസ്രായേലിന്റെ തലയിൽ ഇരുന്നുള്ളൂ. കാരണം മോജിത്താബ മുമ്പ് ഈ അഹമ്മദി നജാദിനെ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബൂത്ത് പിടിച്ചിട്ട് റിഗ് ചെയ്തിട്ടാണ് പ്രസിഡന്റ് ആക്കിയത് എന്നൊരു ആരോപണമുണ്ട്. മാത്രമല്ല ഈ ട്രഷറിയിൽ നിന്ന് കുറെ പൈസ കൊള്ള ചെയ്ത് പോയവനാണ് എന്ന് മറ്റേ നജാദിനെതിരെ മത്സരിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരോപിച്ചിരുന്നു. മോജിത്താബയ്ക്കെതിരെ ഖജാനയിൽ നിന്ന് കുറെ പണം കൊള്ള ചെയ്ത് സ്വന്തമാക്കി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ മോജ്താബ 1969 ജനിച്ചത് മഷാദിൽ, വടക്ക് കിഴക്ക്, ഇറാൻ്റെ വടക്ക് കിഴക്ക്. ഖോമിലിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അതാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട സെമിനാരി പഠിപ്പിക്കുന്ന സ്ഥലം. 3 മക്കളാണ് ഖമനേയ്ക്ക് ഉള്ളത്, ഈ മോജ്താബയ്ക്കുള്ളത്. സഹ്റ ഹദാദ് അദേൽ ആണ് ഭാര്യ. 2005, 2009 തെരഞ്ഞെടുപ്പുകളിൽ അഹമ്മദി നജാദിനെ പിന്തുണച്ചിരുന്നു മോജ്താബ. 2009 ജൂണിൽ വലിയ പ്രതിഷേധമൊക്കെ വന്നു. കാരണം ഇയാളുടെ തെരഞ്ഞെടുപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അത് അടിച്ചമർത്തിയത് മോജ്താബയാണ്. ചില യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ മോജ്താബ. അപ്പോൾ അടിച്ചമർത്തിയതും മോജ്താബയാണെന്ന് ആരോപണമുണ്ട്. അതിന് പുറമെയാണ് ഈ പണം കൊള്ളയടിച്ചു ട്രഷറിയിൽ നിന്ന് എന്നുള്ള ആരോപണം കൂടി ഉള്ളത്. ആൾ പിടുക്കനാ. അതെ. അല്ല, ഈ ഖമനേയിമാരുടെ ഈ ഒരു ഭരണം, അതായത് ഇപ്പോൾ രാജഭരണം പോലെ ആയല്ലോ. വന്നിട്ട് മകൻ അടുത്ത ഇയാളുടെ മകൻ വരും, അങ്ങനെ വരും. അപ്പോൾ ഈ ഈ മതം ആണല്ലോ രാജ്യം ഭരിക്കുന്നത്. പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടെങ്കിലും അവസാന വാക്ക് ആയത്തുള്ളമാരാണ്. ഈ അടുത്തിടെ ഒരു പത്രപ്രവർത്തകൻ ഒരു വീഡിയോ, ഇതിനു മുമ്പ് ഖമനേയിയെ തിരഞ്ഞെടുത്തത്, ആ തിരഞ്ഞെടുത്തപ്പോൾ പണ്ഡിത സഭയിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അടുത്ത കാലത്ത്. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഈ അഹമ്മദി നജാദ് ഒരു ഡാർക്ക് ഹോഴ്സ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഖമനേയിയെ കൊണ്ടുവന്നത്. കാരണം വേറെ കഴിവുള്ള ആളുകളൊക്കെ കുറച്ചുകൂടി മതപരമായ തീക്ഷ്ണതയൊക്കെയുള്ള ആളുകൾ ആയത്തുള്ള ആകാനായിട്ട് ആ പണ്ഡിത സഭയിൽ ഉണ്ടായിരുന്നു ഇയാൾക്ക് പകരം. പക്ഷെ ഇയാളെ ഈ പ്രസിഡന്റ് നജാദ് പറയുന്നത് കേൾക്കുന്ന ഒരു പാവ എന്നുള്ള നിലയ്ക്ക് അയാൾ കൊണ്ടുവന്നതാണ് എന്ന് അതിൻ്റെ ചർച്ചയിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇയാൾ തന്നെ ഒരു സൂത്രത്തിൽ അങ്ങനെ വലിയ കഴിവുകളൊന്നുമുള്ള ആളല്ല ഈ ഖമനേയി എന്നാൽ വീഡിയോയിലെ ചർച്ചകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇപ്പോഴും വേറെ ആയത്തുള്ളമാരൊക്കെ അവിടെ ഉണ്ട്. ഈ സിസ്തനി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. സിസ്തനിക്ക് ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ സിസ്തനി ഇറാനിൽ നിന്ന് പഠിച്ച ഒരു ഷിയ ആണ്. അപ്പോൾ അയാളുടെ ശരിക്കും സ്ഥലം ഇറാഖാണ്. അതുകൊണ്ട് അംഗീകരിക്കില്ല. അതാണ് അംഗീകരിക്കാത്തത്. പിന്നെ അയാൾ മതപരമായ കാര്യങ്ങളാണ് കൂടുതലൊക്കെ നോക്കുന്നത്. ഹമാസ് ആക്രമണം നടത്തിയത് ശരിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നൊരു പ്രസ്താവനയൊക്കെ ഇറക്കിയിരുന്നു. രാഷ്ട്രീയത്തിൽ വലുതായിട്ട് ആയത്തുള്ള സിസ്തനി ഇടപെടുന്നില്ല. ഏതായാലും ഈ ഒക്ടോബർ 26 ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് ശേഷം ആയത്തുള്ള അലി ഖമനേയിക്ക് എന്തു പറ്റി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ആളുണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സാധാരണ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും പറയുന്നത്. ഒരുപക്ഷെ ഖമനേയി ഒരുപക്ഷെ ഫ്രീസറിലും ആയിരിക്കാം. അതെ. അപ്പോൾ മാത്രമല്ല, ഇയാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഖമനേയി ജീവനോടെ വരാൻ പ്രയാസമാണ്. കാരണം ഭരണം ഇങ്ങനെയാണല്ലോ നടത്തുന്നത്. അതെ. ഏതായാലും കുറച്ചുകൂടെ ക്ലാരിറ്റി ഇതിനകത്ത് വരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ചില സൂചനകൾ ഖമനേയിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. മരിച്ചോ ഇല്ലയെന്ന് നമ്മളിപ്പോഴും ഉറപ്പിക്കുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, പിൻഗാമിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് അവിടെ നമുക്ക് ഉറപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.